Next is a problem on determine the size of a high rate trickling filter for the following data. Sewage flow 4.5 mld, recirculation ratio 1.5, BOD of raw sewage 250 milligrams per liter, BOD removal in primary tank 30%, final effluent BOD desired 30 milligrams per liter. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ള ഇതിനകത്ത് നിന്ന് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്യൂവേജ് ഫ്ലോ 4.5 mld, അതിനകത്തുള്ള റോ സ്യൂവേജിലെ BOD 250 milligrams per liter. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ BOD. ടോട്ടൽ BOD കണ്ടുപിടിക്കാൻ ഒരു ലിറ്ററിലെ BOD 250 milligrams ആണെങ്കിൽ 4.5 million ലിറ്റേഴ്സിൽ എത്ര BOD ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ BOD ഈസ് ഈക്വൽ ടു 4.5 ഇൻറ്റു 250. 4.5 million ലിറ്റർ, ആ മില്യൺ ലിറ്ററിന് ലിറ്റർ ആക്കണം. അപ്പോൾ ഇൻറ്റു 10⁻6 ഇൻറ്റു 10⁻6 ഇൻറ്റു 250. ഇതിനെ ഇനി കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ടോട്ടൽ BOD നമ്മുടെ ഇക്വേഷനിലെല്ലാം കിലോഗ്രാമില്ല. അപ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ 10⁻6. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് മില്ലിഗ്രാമിലായിരിക്കും, അതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ BOD ദാറ്റ് ഈസ് ഈക്വൽ ടു 1125 kg. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ BOD. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് BOD റിമൂവൽ ഇൻ പ്രൈമറി ടാങ്ക് ഈക്വൽ ടു 30%. അപ്പോൾ പ്രൈമറി ടാങ്ക് എന്ന് ഉദ്ദേശിച്ച പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ 30% BOD റിമൂവ് ചെയ്തു. അപ്പോൾ ഫിൽറ്ററിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞത് 70%. അപ്പോൾ BOD ലെഫ്റ്റ് ഇൻ ദ സിവേജ് എൻ്ററിങ് പെർ ഡേ ഇൻ ദ ഫിൽറ്റർ യൂണിറ്റ്. അപ്പോൾ BOD ലെഫ്റ്റ് ഇൻ ദ എഫ്ലുവൻറ്റ്. അപ്പോൾ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ 30% റിമൂവ് ചെയ്തു. ഇതിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിലും നമ്മൾ അസ്യൂം ചെയ്യുക ഏകദേശം ഒരു 30 to 50 അതിനകത്ത് എഴുതുക, അല്ല കംപ്ലീറ്റും പോകില്ല. അപ്പോൾ BOD റിമൂവൽ ഇൻ പ്രൈമറി ടാങ്ക് ഇവിടെ ഇപ്പോൾ 30% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BOD ലെഫ്റ്റ് ഇൻ ദ സിവേജ് എൻ്ററിങ് പെർ ഡേ ഇൻ ദ ഫിൽറ്റർ യൂണിറ്റ്. ആ ഫിൽറ്റർ യൂണിറ്റിലോട്ട് വരുമ്പോൾ ഉള്ള BOD ആണ് ഇവിടെ കണ്ടുപിടിക്കുക. അതെന്ന് പറഞ്ഞത് ഈക്വൽ ടു 70% ഓഫ് 1125. ദാറ്റ് ഈക്വൽ ടു 787.5 kilograms. അപ്പോൾ BOD ലെഫ്റ്റ് ഇൻ ദ സിവേജ് എൻ്ററിങ് പെർ ഡേ, ഇവിടെ പെർ ഡേ ഇപ്പുറത്തുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ റൈറ്റിൽ എഴുതാത്ത. പെർ ഡേ ഇൻ ദ ഫിൽറ്റർ യൂണിറ്റ് ഈക്വൽ ടു 787.5 kilogram. ഇതിപ്പോൾ ഫിൽറ്ററിൽ വന്നപ്പോൾ 70% ഇത്രയും ഉണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ എഫ്ലുവൻറ്റ് BOD ഡിസൈഡ് ഈക്വൽ ടു 30 milligram per liter. അപ്പോൾ ഒരു ലിറ്ററിൽ 30 milligram ആണ് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വരുന്ന ഫൈനൽ എഫ്ലുവൻറ്റിലുള്ള. അപ്പോൾ എഫ്ലുവൻറ്റ് സ്യൂവേജിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 4.5 mld. അപ്പോൾ ടോട്ടൽ BOD ലെഫ്റ്റ് ഇൻ ദ എഫ്ലുവൻറ്റ്, ടോട്ടൽ BOD എഫ്ലുവൻറ്റിലെ BOD കണ്ടുപിടിക്കണം. ടോട്ടൽ BOD ലെഫ്റ്റ് ഇൻ ദ എഫ്ലുവൻറ്റ് ഈക്വൽ ടു 30 milligram per liter. മൊത്തം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 4.5 mld. അപ്പോൾ 4.5 ഇൻറ്റു 30, നേരത്തെ പറഞ്ഞ മാതിരി 4.5 million ലിറ്റർ ആണ്, അതിനെ ലിറ്റർ ആക്കുക. ഇൻറ്റു 10⁻6 അതിന് കിലോ കിട്ടുന്ന ആൻസർ ഇൻ മില്ലിഗ്രാം ആയിരിക്കും. അപ്പോൾ അതിന് കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം ബൈ 10⁻6 ഈക്വൽ ടു 135 kilogram per day. So the total BOD left in the effluent equal to 135 kilograms. അപ്പോൾ ഫിൽറ്ററിൽ വന്നപ്പോൾ ഉള്ള BOD അതാണ് BOD ലെഫ്റ്റ് ഇൻ ദ സിവേജ് എൻ്ററിങ് പെർ ഡേ ഇൻ ദ ഫിൽറ്റർ യൂണിറ്റ്. ഫിൽറ്ററിൽ വന്നപ്പോൾ ഇത്രയും BOD ഉണ്ടായിരുന്നു. 787.5 kilogram BOD ഫിൽറ്ററിൽ ഉണ്ടായിരുന്നു. എഫ്ലുവൻറ്റിൽ വന്നപ്പോൾ 135. അപ്പോൾ ഫിൽറ്ററിൽ എത്ര റിമൂവ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ
ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് BOD റിമൂവ്ഡ് ബൈ ദ ഫിൽറ്റർ. BOD removed by the filter equal to 787.5 minus 135, that equal to 652.5 kilograms. എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അവിടുത്തെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇതിപ്പോൾ ഒരു ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററാണ്. അതിൽ സിംഗിൾ സ്റ്റേജ് എന്നോ 2 സ്റ്റേജ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പിൽ ഇവിടെ ഇപ്പോൾ BOD റിമൂവ്ഡ് നമുക്കറിയാം, ടോട്ടൽ BODയും അറിയാം. അതിൽ നിന്ന് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി ആ ഫിൽറ്ററിൻ്റെ മൊത്തം എഫിഷ്യൻസി, ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് ദ ഫിൽറ്റർ ഈക്വൽ ടു എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ BOD റിമൂവ്ഡ് divided by total BOD. ഇനി ഇത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 100. ഇപ്പോൾ BOD റിമൂവ്ഡ് എന്ന് പറഞ്ഞത് 652.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ BOD 1125. സോറി, BOD റിമൂവ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ BOD റിമൂവ്ഡ് 652.5 divided by total BOD means total BOD present in raw sewage and total BOD entering to the filter unit. For 6 BOD removed is equal to 652.5 divided by 700 ഇതിൽ വന്നപ്പോൾ ഫിൽറ്ററിൽ വന്നപ്പോൾ 787.5 into 100. So ഇത് ചെയ്യുമ്പോൾ 82 equal to 82.85%. Then efficiency ഇനി ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.0044 ഇൻറ്റു റൂട്ട് ഓഫ് y ബൈ b ഇൻറ്റു f. അപ്പം ഇത് സിംഗിൾ സ്റ്റേജ് റീസർക്കുലേഷൻ, സിംഗിൾ സ്റ്റേജ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക അത് സിംഗിൾ സ്റ്റേജ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ്. എങ്കിൽ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.0044 ഇൻറ്റു റൂട്ട് ഓഫ് y ബൈ v ഇൻറ്റു f. ഇനി എഫിഷ്യൻസി നമ്മളിവിടെ കണ്ടുപിടിച്ചു. 82.85 ഈക്വൽ ടു 100 divided by 1 plus 0.0044 into root of y. y എന്ന് പറഞ്ഞാൽ BOD applied to the filter. ഫിൽറ്ററിൽ എത്രമാത്രം വന്നു എന്നുള്ള അതാണ് 787.5 ഡിവൈഡഡ് ബൈ V എന്ന് പറഞ്ഞത് വോളിയം ഓഫ് ഫിൽറ്റർ. ആ V ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ V ഇൻറ്റു എഫ്. എഫ് എന്ന് പറഞ്ഞാൽ റീസർക്കുലേഷൻ ഫാക്ടർ. റീസർക്കുലേഷൻ ഫാക്ടർ എഫ് കണ്ടുപിടിക്കാൻ എഫ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 ഇൻറ്റു ആർ ബൈ ഐ ദ ഹോൾ സ്ക്വയർ. where R by I is the recirculation ratio. Recirculation ratio തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 പ്ലസ് recirculation ratio 1.5 divided by 1 plus 0.1 into 1.5 the whole square. So F equal to 1.89. So 1.89. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് V കണ്ടുപിടിക്കുക. ആ V എന്ന് പറഞ്ഞത് ഈ ഇക്വേഷനിൽ V വോളിയം ഓഫ് ദ ഫിൽറ്റർ ഇൻ ഹെക്ടർ മീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞത് 0.2 അപ്രോക്സിമേറ്റ്ലി 0.199 കണ്ട വരും. റൗണ്ട് ചെയ്യുക 0.2 ഹെക്ടർ മീറ്റർ. ആ ഹെക്ടർ മീറ്ററിനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുക മീറ്റർ ക്യൂബ്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞത് 10⁴ മീറ്റർ സ്ക്വയർ. അപ്പോൾ 0.2 ഇൻറ്റു 10⁴
കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് മൊത്തം മീറ്റർ ക്യൂബ്. 0.2 × 10⁴ meter cube that equal to 2000 meter cube. Volume of the filter equal to 2000 meter cube. Then വോള്യമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഫിൽറ്ററിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം, ഡയമീറ്റർ ഓഫ് ദ ഫിൽറ്റർ കണ്ടുപിടിക്കുക. അതിന് ഇപ്പോൾ വോള്യം അറിയാം, ഏരിയ കിട്ടണം. ഏരിയ കിട്ടണമെങ്കിൽ ഡെപ്ത് അസ്യൂം ചെയ്യുക. ഡെപ്ത് ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ്. ഡെപ്ത് ഓഫ് ദ ഫിൽറ്റർ റേഞ്ചസ് ഫ്രം ഹൈ റേറ്റ് ആണെങ്കിൽ 1.2 to 1.8 മീറ്റർ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. അസ്യൂം ദ ഡെപ്ത് ഓഫ് ദി ഫിൽറ്റർ ഈക്വൽ ടു 1.2 meter. Then area of the filter, surface area required എന്ന് പറഞ്ഞത് വോളിയം ഡിവൈഡഡ് ബൈ ഡെപ്ത്. ഇപ്പോൾ ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 1333.3 മീറ്റർ സ്ക്വയർ. ഇപ്പോൾ ഫിൽറ്ററിൻ്റെ ഏരിയ കിട്ടി. ഇനി ഇവിടെ നമ്മളിപ്പോൾ റെക്റ്റാങ്കുലർ ടൈപ്പും ഉണ്ട്, സർക്കുലറും. മോസ്റ്റ് ജനറലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സർക്കുലർ. അപ്പോൾ സർക്കുലർ ഫിൽറ്റർ ടാങ്കാന്നുള്ള അസംഷനിൽ എടുക്കുക. അപ്പോൾ സർക്കുലർ ഫിൽറ്റർ ടാങ്ക് ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞത് π/4 d². π/4 d² ഈക്വൽ ടു ഇത് 1333.3 മീറ്റർ സ്ക്വയർ. അതിൽ നിന്ന് ഡി കണ്ടുപിടിക്കാം. അപ്പോൾ ഡി കിട്ടുന്നത് അവസാനം ഡി ഈസ് ഈക്വൽ ടു 41.2 meter. So hence use a high rate trickling filter with 41.2 meter diameter, 1.5 meter deep filter media with recirculation ratio of 1.5. അവിടെ റീസർക്കുലേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയുക, നമ്മൾ അസ്യൂം ചെയ്ത് സിംഗിൾ സ്റ്റേജ്. റീസർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് വിത്തിൻ ബ്രാക്കറ്റ്സ് റൈറ്റ് സിംഗിൾ സ്റ്റേജ്.